ഹലോ, ഈ ഒരു വീഡിയോയിൽ ബോണസ് ആൻഡ് റേറ്റ് ഇഷ്യൂ എന്നുള്ള ചാപ്റ്ററിലെ അവസാനത്തെ പോർഷനാണ് വാല്യൂ ഓഫ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി റേറ്റ് ഇഷ്യൂ നടത്തുന്ന സമയത്ത്, റേറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവരുടെ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. പുതുതായിട്ട് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് പ്രൈസ് കുറച്ചിട്ട് ഇഷ്യൂ ചെയ്യണത് തന്നെയാണ് റേറ്റ് ഇഷ്യൂ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഷെയറിൻ്റെ ശരിക്കുള്ള വാല്യൂ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വാല്യൂയും ഇവർ കൊടുക്കുന്ന പ്രൈസും അതിൻ്റെ ശരിക്കുള്ള വാല്യൂയും ഒരു വ്യത്യാസം ഉണ്ടാവും. ശരിക്കുള്ള അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ, ഇവർക്കത് വിൽക്കുന്നത് കുറച്ച് പ്രൈസ് കുറച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവർക്കൊരു ബെനിഫിറ്റ് കിട്ടും. ആ ഒരു ബെനിഫിറ്റിനെയാണ് വാല്യൂ ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ അതിൻ്റെ കഴിഞ്ഞ പേജിൽ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു പ്രോബ്ലം തിയറിയും കൂടിയിട്ട് ഒരുമിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് കമ്പനി റേറ്റ് ഇഷ്യൂ നടത്തുന്നത് 115 റുപ്പീസിനാണ്, 115 രൂപയ്ക്കാണ്. ഓരോ 5 ഷെയർസിനും 2 ഷെയർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 2/5 എന്നുള്ള ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 150 ആണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓൾറെഡി ഉള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30 ലാക്കാണ്. ഇനി ഒരു പ്രോബ്ലം ചെയ്യാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് റേറ്റിൻ്റെ ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറും ആവറേജ് പ്രൈസ് ഓഫ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആ സിയിൽ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ. ഇനി ആദ്യം ആ ഒരു ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് പ്രൈസും കണ്ടുപിടിച്ചതിന് ശേഷം ആയിരിക്കും ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആദ്യം ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ്. അത് ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് ആണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. അതിൽ ഇപ്പോൾ ഓൾറെഡി എത്ര ഷെയർസാണ് ഉള്ളത് അത് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ 5 ഷെയർസിനും 2 ഷെയർ എന്നുള്ള രീതിയാണ്. അപ്പോൾ ഓൾറെഡി 5 ഷെയർ ഉണ്ടായിരിക്കും എക്സിസ്റ്റിംഗ്. ഇപ്പോൾ ഒരാൾക്ക് 5 ഷെയർ ഉണ്ടെങ്കിൽ 2 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി അയാളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടാവും? 5 ഷെയർ ഉണ്ടാവും. അതുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഓൾറെഡി എത്രയാണ് ഉള്ളത് അത് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ 5 ഷെയറിന് 2 ഷെയർ എന്നാണ്. അപ്പോൾ 5 ഷെയർ ഇപ്പോൾ ഓൾറെഡി കയ്യിലുണ്ടാവും എന്നുള്ളൊരു അസംഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസംഷൻ അല്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 ഇൻറ്റു 1 150 ആണ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 150 കിട്ടും 750. പിന്നെ അതിൻ്റെ ആ ഒരു ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രപ്പോർഷനേറ്റ് റൈറ്റ് ഇഷ്യൂ എത്രയാണ് അവർക്ക് കൊടുക്കുന്നത്? 2 ഷെയറാണ് കൊടുക്കുന്നത്. ഓരോ 5 ഷെയറിന് 2 ഷെയറിൽ കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ കൊടുക്കുന്നത് അത് ഇൻറ്റു അത് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് അല്ല, ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്. ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് 115 ആണ്. അപ്പോൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസ് കിട്ടും. അത് 980 ആണ്, 980 ആണ്. ഇനി അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി താഴെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ പ്രൈസ് ആസ് പെർ സ്റ്റെപ്പ് 1. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ 980 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റേറ്റ് ഷെയർസ്. അത് ആ പ്രപ്പോർഷനത്തെ രണ്ടും കൂട്ടുതന്നെയാണ്. എത്ര എണ്ണം ഓൾറെഡി കയ്യിലുണ്ട്? 5 എണ്ണം. എത്ര എണ്ണം പുതുതായിട്ട് കിട്ടുന്നുണ്ട്? പ്ലസ് 2 ആണ്. അത് 2 ആണ്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് പ്ലസ് ചെയ്യാം. അപ്പോൾ ആ 2 നമ്പറും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ടാണ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ. ഇനി മാർക്കറ്റ് പ്രൈസ് ഈ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട് 150 ആണ്. അപ്പോൾ ഇനി രണ്ടും കൂടിയിട്ട് കുറച്ചാൽ മതി. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 150 മൈനസ് ആവറേജ് പ്രൈസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു പ്രൈസാണ്. അത് എത്രയാണ്? 140. അപ്പോൾ അങ്ങനെ 10. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു രീതിയും കൂടി ഉണ്ട്. അത് ആ ഇക്വേഷൻ കാണിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ്, എത്ര പുതുതായിട്ടുള്ള ഷെയർസ് ഉണ്ട്? പുതുതായിട്ട് 2 ഷെയർസാണ് കിട്ടുന്നത്. അപ്പോൾ അത് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, പുതുതായിട്ട് കിട്ടുന്നതും ഓൾറെഡി ഉള്ളതും. അപ്പോൾ 5 + 2 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് 150. ഇക്വേഷൻ നോക്കണേ. 150 മൈനസ് 115. അപ്പോൾ എത്ര കിട്ടുന്നു? 10 കിട്ടുന്നു. അപ്പോൾ 2 രീതിയിലും ആ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ വരുന്ന എത്രത്തോളം കൂടിയിട്ടുണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇൻക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ
ആ ഒരു ഫസ്റ്റ് കാര്യം കണ്ടുപിടിക്കാൻ, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ റൈറ്റ് ഇഷ്യൂ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കമ്പനിയിൽ ഓൾറെഡി എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട് അത്, അതുപോലെ തന്നെ അത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അത് ഇൻറ്റു എത്രയാണ് ആ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു പ്രപ്പോർഷൻ, അത് ഓരോ 5 ഷെയർസിനും 2 എന്നല്ല, അപ്പോൾ 2/5 അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്നുണ്ട് 30 lakh ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ 12 lakh കിട്ടുന്നുണ്ട്. ഇനി ആ ഒരു 12 lakhനായിട്ട് ഓൾറെഡി ഉള്ള ഷെയർ എത്രയാണ്, അതായത് 30 lakh തന്നെ. ആ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. 30 lakh ഇൻറ്റു 2/5 ഈക്വൽ ടു 12 lakh എന്നുള്ളത്. പിന്നെ അത് അപ്ലൈ ചെയ്താൽ മതി. ആ കിട്ടിയിട്ടുള്ള 12 lakh ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ എന്നുള്ളത്, അത് പ്രോബ്ലത്തിൽ തരുന്നുണ്ട്. ആ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ മുമ്പ് കമ്പനിക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അത് 30 lakh ആണ്, ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഇൻറ്റു 100. അപ്പോൾ 40% ഇൻക്രീസ് ആണ് ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതോട് കൂടിയിട്ട് ഇതിലെല്ലാ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പ്രോബ്ലം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിലെല്ലതും കൂടിയിട്ട് ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ.